സിനിമ തീരുന്നില്ല, സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു, കൊള്ളത്തില്ല. സത്യമായിട്ട് എന്തൊരു ചെയ്യുന്ന അറിയത്തില്ല. ഒരു കിളവനക്ക് 2-3 പെണ്ടാട്ടി എന്നെ പടമായി, ഇത് കൊള്ളത്തില്ല. ചേട്ടത്തി ആശയം വരുന്ന തലവേന എടുക്കുന്ന കേട്ടാ, ഉറക്കം വരുന്നത്. ഇവരച്ഛൻ പള്ളു വിളിച്ചിട്ടാണ് ഇറങ്ങി വന്ന്. എന്നിട്ട് പറയുന്നത് അങ്ങള് 30 വർഷം സിനിമ പോകണം, ആദ്യത്താണ് ഒരു കമലഹാസന്റെ സിനിമയ്ക്ക് ഇറങ്ങി പോകണേ, ഇതിനെക്കാട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. ഒന്നും പറയില്ല, പമ്പം പണം. ആമേൻ. പൈസ ഉണ്ടായിരുന്നെങ്കിൽ നാളെ വന്ന് ചോട്ടാ മുംബൈ ആണായിരുന്നു. ചോദിക്കല്ലേ, കമലഹാസനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമയ്ക്ക് വന്നത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഉറങ്ങിപ്പോയി. കാട്ട വരാതെ എനിക്കൊന്നും പറയാനില്ല. ആകെ ഇൻട്രോ മാത്രം ഇഷ്ടപ്പെട്ടു മണിരത്നത്തിൻ്റെ. കൊള്ളാം, നല്ല സിനിമ. കുഴപ്പമില്ല. സിനിമ തീരുന്നില്ല, സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു, കൊള്ളത്തില്ല. സത്യമായിട്ട് എന്തൊരു ചെയ്യുന്ന അറിയത്തില്ല. ഒരു കിളവനക്ക് 2-3 പെണ്ടാട്ടി എന്നെ പടമായി, ഇത് കൊള്ളത്തില്ല. സത്യമായിട്ട് കൊള്ളത്തില്ല. ചുമ്മാ ഇരുന്ന ഇവനാണ് എൻ്റെ പറഞ്ഞത് ടിക്കറ്റ് എടുത്ത് അളയാ സെറ്റായിരിക്കും, സെറ്റ് ട്രെയിലറൊക്കെ കിടിലും. ടിക്കറ്റ് എടുത്ത സിനിമ ഇനിയുണ്ട്, 15 മിനിറ്റും കൊണ്ടുണ്ട് സിനിമ. ചേട്ടത്തി ആശയം വരുന്ന തലവേന എടുക്കുന്ന കേട്ടാ, ഉറക്കം വരുന്നത്. കഥ അവരുടെ തന്നെ ചോദിക്കണം, മണിരത്നത്തിനെ ചോദിക്കാം എന്തിനാണ് കഥയെന്ന്. സത്യമായിട്ട് ഇതിനെക്കാട്ടി മണിരത്നത്തിന് കടൽ സിനിമ ഉള്ള മണിരത്നത്തിൻ്റെ ഇതുവരെയായിട്ട് ഇറങ്ങിയതിൽ, അതായത് നമുക്ക് കുറച്ച് ലോ ആയിട്ട് തോന്നിയ സിനിമയായിരുന്നു കടൽ, ഗൗതത്തിൻ്റെ. പക്ഷേ അതിനെക്കാട്ടി സത്യമായിട്ട് വേസ്റ്റ് പടം, കൊള്ളത്തില്ല ചേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ. STR ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ച് കൊള്ളായിരുന്നു. ഫൈറ്റ് എന്തൊക്കെയാ പറക്കുന്നു, കമലഹാസനൊക്കെ സെക്കൻഡ് ഹാഫിൽ പറക്കുന്നു. ഇതിനെക്കാട്ടി സത്യം പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ടൂക്ക് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് 2 കൊടുക്കാം. റേറ്റിംഗ് 10 അത്രേ ഉള്ളൂ സിനിമ കേട്ടോ. എന്തോ പറയാം, നമുക്ക് ഇഷ്ടപ്പെടണ്ടേ സിനിമ. നമ്മൾ ഈ ഫസ്റ്റ് ഇറങ്ങിയ ഒരു ടീസർ ഉണ്ടായിരുന്നു, നമ്മൾ അതൊക്കെ കാണുമ്പോൾ ഒന്ന് നല്ലൊരു ഫൈറ്റ് പടം, നമ്മളങ്ങനെ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് വരുന്ന ഒരു സിനിമയ്ക്ക്. പക്ഷേ എന്തോ അതൊന്നും കിട്ടുന്നില്ല. സത്യമായിട്ട് ഞാൻ ഒരു ചെക്കച്ചവൻ്റെ വാനം പ്രതീക്ഷിച്ചാണ് വന്നത്, എനിക്ക് അത്ര പോലും ഇഷ്ടപ്പെട്ടില്ല സിനിമ, അതാണ് സത്യം. ഒന്നും പറയില്ല, പമ്പം പണം. എല്ലാവരും വന്ന് കാണണം. ആമേൻ. പൈസ ഉണ്ടായിരുന്നെങ്കിൽ നാളെ വന്ന് ചോട്ടാ മുംബൈ ആണായിരുന്നു. നാളെ ഒന്ന് ചോട്ടാ മുംബൈ ആണായിരുന്നു ഈ പൈസ ഉണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ലാഗ് കേട്ടോ, ഭയങ്കര നല്ല ലെങ്ത്താണ് സിനിമ. സത്യം പറഞ്ഞാൽ നല്ല ലെങ്ത്താണ്. പിന്നെ അതല്ലാതെ ട്രെയിലറിൽ തന്നെ അതായത് ഇവർ രണ്ടുപേരായിട്ടുള്ളൊരു ഫേസ് ഓഫ് ഉണ്ട്, അതായത് കമലഹാസനും ചിമ്പുമായിട്ടുള്ളൊരു ഫേസ് ഓഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് കഥ, എങ്ങോട്ടാണ് ഈ കഥ പോകുന്നത്. ഒരു റിവഞ്ച് സ്റ്റോറി, സാധാ ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. പക്ഷേ മണിരത്നമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കുമല്ലോ, എന്തെങ്കിലും നമുക്ക്, അതായത് മണിരത്ന സിനിമയാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കും മണിരത്ന എന്തെങ്കിലും മാജിക് ആണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സിനിമ ഇപ്പോഴും ഓടുന്നതാണ്, സിനിമ തീർന്നില്ല ഇതുവരെ. കൊടുത്ത പൈസ പോയെന്ന് തന്നെ പറയാം. അതിൽ ഞാൻ ക്ലൈമാക്സ് പോലും എന്തിനാന്ന് അറിയത്തില്ല. കൊള്ളൂല, ഒട്ടും കൊള്ളൂല പടം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് പോയിട്ട് ഇറങ്ങി വരുന്നത്. ഇനി OTT വരുമ്പോൾ ക്ലൈമാക്സ് അറിയാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഞങ്ങൾ കണ്ടത് വെച്ച് ക്ലൈമാക്സ് മാത്രം കാണാം OTT ഇറങ്ങുമ്പോൾ. ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്തോ ലാഗ് കേട്ടോ, എന്തോ ലാഗ്. അങ്ങ് വലിച്ച് റബ്ബർ ബാൻഡ് പോലെ നീട്ടുന്ന സിനിമ, കൊള്ളത്തില്ല. ഇവരച്ഛൻ പള്ളു വിളിച്ചിട്ടാണ് ഇറങ്ങി വന്ന്. എന്നിട്ട് പറയുന്നത് അങ്ങള് 30 വർഷം സിനിമ പോകണം, ആദ്യത്താണ് ഒരു കമലഹാസന്റെ സിനിമയ്ക്ക് ഇറങ്ങി പോകണേ, ഇതിനെക്കാട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. പടം ഉള്ള പറഞ്ഞാൽ പൈസ ക്യാഷ് പോയെന്നിട്ട് പറയാം. കാരണം പല ഗാങ്സ്റ്റർ മൂവിയാണ്, പക്ഷേ പടം തന്നെ നമുക്ക് ഒന്നും കണക്റ്റ് ആവുന്നില്ല. പല പ്രാവശ്യം നമ്മൾ കണ്ട പല കഥകൾ പല പ്രാവശ്യം ഇതേപോലെ ഗാങ്സ്റ്റർ മൂവ് വന്നിട്ടുണ്ട്, അതിലൊന്നും തന്നെ. പക്ഷേ നമുക്കൊന്ന് നമ്മൾ എൻഗേജ് തോന്നുന്നില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് പോകുന്നുണ്ട്, സെക്കൻഡ് ഹാഫ് പറ്റം മോശമാണ്, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒട്ടും കൊള്ളില്ല. ഒന്നുമില്ല, എനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ല. സത്യം പറഞ്ഞാൽ. ഇതുവരെ ഈ കമലഹാസൻ്റെ സിനിമ ഇത്രയും പ്രതീക്ഷയിൽ പോയ, പക്ഷെ ഒന്നുമില്ല സിനിമയ്ക്കകത്ത്, ഒന്നുമില്ല. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫും പോരാ, സെക്കൻഡ് ഹാഫ് വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും കാണുന്നു, ഒന്നുമില്ല. എന്ന് വെച്ചാൽ സാറിന് നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഇട്ടേക്കുമല്ലോ, അതുപോലും ഇല്ല, ഒന്നുമില്ല. കുഴപ്പമില്ല. ചോദിക്കല്ലേ, കമലഹാസനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമയ്ക്ക് വന്നത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഉറങ്ങിപ്പോയി. എന്തൊക്കെയുണ്ട്, എത്ര വെടി വെച്ചാലും കൊന്നാലും ചാവാത്തൊരു ഹീറോ. നന്നായിരുന്നു, മോശമില്ല, പക്ഷേ പ്രതീക്ഷിച്ചത്രയില്ല. ലാഗാണ്, കുറച്ച് ലാഗാണ് പടം. പക്ഷേ സ്ക്രിപ്റ്റ് ആസ് ഹോൾ കൊള്ളാം, പക്ഷേ ഇത്ര ലാഗാണ് പടം. കാട്ട വരാതെ എനിക്കൊന്നും പറയാനില്ല. ആകെ ഇൻട്രോ മാത്രം ഇഷ്ടപ്പെട്ടു മണിരത്നത്തിൻ്റെ. ഇതെങ്ങനെ തന്നെ ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എയർമാൻ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ നല്ല ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഒട്ടും കൊള്ളൂല, ഉള്ള കാര്യം പറയാം. ഒന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. എല്ലാ കണക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആകെ ഇൻട്രോ മാത്രം കൊള്ളാം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള. സെക്കൻഡ് ഹാഫ് എന്തൊക്കെ കാണിക്കണം ആർക്കും അറിഞ്ഞൂടാ. ആവറേജ് പറയടാ. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ്. ക്ലൈമാക്സ് സത്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരു മണിരത്നം പടം ഒരു ആവറേജ് എന്ന് ഞാൻ പറയണത്. പോസിറ്റീവ് ഞാൻ പറയാം. സിനിമാറ്റോഗ്രഫി, ആക്ഷൻ, പിന്നെ ഉള്ളത് പാട്ട്, ഈ 3 പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളൂ. സിനിമ പോരായിരുന്നു ബ്രോ, കണ്ടിരിക്കാൻ പോലും നല്ല ഉറക്കം വന്നു. കൊള്ളൂല, അടിക്കപ്പെടാം. ഉറങ്ങിയാണ്, കൊള്ളൂല. വേറെ എന്തോ പേരുമായിട്ടൊരു നീതി പുലർത്തുന്നില്ല. പിന്നെ ലാസ്റ്റൊക്കെ എന്തോ വിൻവെളി നായക പാട്ടൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ഒരു രോമാഞ്ചം വരില്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല, കൊള്ളൂല. കുഴപ്പമില്ല.
പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്ലീശ് ടെംപ്ലേറ്റ് സ്റ്റോറി അതല്ല വേറെ ഒന്നുമില്ല. ഇതായിട്ട് പടം കാണാനായിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ വെറുതെ വന്നിരുന്ന് അങ്ങ് കാണുക. ടെംപ്ലേറ്റ് ഏതോ 90-ാം കാലത്തുള്ള സ്റ്റോറിയാണ് ഇവർ എടുത്ത് വീണ്ടും വെച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ആക്ടിംഗ് വൈസ് പറയുകയാണെങ്കിൽ അവരൊക്കെ ലെജൻഡുകളാണ്. അതുകൊണ്ട് അവർ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പൈസ പോയെന്നല്ലാതെ വേറെ ഒന്നുമില്ല, പടത്തിലൊന്നുമില്ല. ഈ പേരിനോട് നീതി പുലർത്തിയിട്ടില്ല തക്ലി. അയ്യോ മാച്ചൊക്കെ ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല. അവസാനം ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വിൺവിളി നായിക എന്നൊരു പാട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് അവിടെയൊക്കെ എന്ത് ഓറയാണ് ഇരിക്കുന്നത്. ഒന്നുമില്ല, പടം പോയി. ഇനി അടുത്ത കൂലി കാണാം. പരമ ബോർ. ഇൻ്റർവെല്ലർ ഇഷ്ടപ്പെട്ടു, അതിനുശേഷം ബോർ. മണിരത്നമൊക്കെ എന്തോ ചോദിച്ചത് ദൈവത്തിനെന്നറിയും. ആയിരുന്നു സൂപ്പറായിരുന്നു. കമലഹാസൻ കിടുവല്ലേ എപ്പോഴും. സൂപ്പറായിട്ടുണ്ട്.